അങ്ങനെ നമ്മൾ നീർമഹലിലോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ അഗർത്തലയിലേക്ക് പോകുന്നേട്ടാ. താങ്ക് യു ആണല്ലേ. നമ്മൾ ഇന്നലെ ഇവിടെ ആയിരുന്നു ടെൻ്റ് അടിച്ച് താമസിച്ചത്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി ഏകദേശം 50-60 കിലോമീറ്ററോളം കേട്ടോ അഗർത്തലയിലേക്ക്. ഇപ്പോൾ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ പൊടിയണ്ട കേട്ടോ. നമ്മൾ നേരെ പോകുന്നത് അഗർത്തലയിലേക്കാണ്. നമ്മൾ ഇന്നലെ വന്ന റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇത് ആ ഒരു ഹൈവേന്ന് ഉള്ളിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ വന്നാൽ നമ്മൾ ഈ നീർമഹലിൽ അവിടെ എത്തുള്ളൂ കേട്ടോ. ഈ ഒരു ടൗണിൻ്റെ പേര് മേലാഗർ എന്നാണ്. ഇവിടെ അത്യാവശ്യം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കടകളും പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ഇതൊരു വലിയൊരു ടൗണും കാര്യങ്ങളൊക്കെയാണ്. ഹോസ്പിറ്റൽ ഫെസിലിറ്റി അതുപോലെ തന്നെ സ്കൂള് അങ്ങനെയുള്ള എല്ലാ സംഭവവും ഉണ്ട് കേട്ടോ ഇവിടെ. രാവിലെ കൊണ്ട് കടകളും കാര്യങ്ങളൊക്കെ തുറന്നു തന്നെയുള്ളൂ കേട്ടോ. ഇപ്പോൾ ഏകദേശം 9 മണി കഴിഞ്ഞ് 9:30 കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് 10 മണിയൊക്കെ ആകുമ്പോഴാണ് കടകളും കാര്യങ്ങളൊക്കെ തുറന്നു വരുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ പെട്ടെന്ന് നേരം വെളുക്കൂട്ടോ. ഒരു 5 മണിക്കൊക്കെ മുമ്പ് എന്തായാലും 4:30 4:30 ആകുമ്പോൾ വെളുത്ത് തുടങ്ങും കേട്ടോ. നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലൂണിയിൽ നിന്നും അഗർത്തല പോണ റൂട്ടാണ് കേട്ടോ. ശരിക്കും 2 റൂട്ടാണ് ഉള്ളത്. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ശരിക്കും ഉദയ്പൂർ ചെന്നിട്ട് അവിടെ നിന്ന് സ്ട്രെയിറ്റ് ഹൈവേ എടുക്കുക. ഇതും ഒരു ഹൈവേ തന്നെയാണ്. പക്ഷേ ഇതിനേക്കാളും മെയിൻ ഹൈവേ എന്ന് പറയുന്നത് ഉദയ്പൂർ ടു എന്താ പറയുക ഉദയ്പൂർ ടു അഗർത്തല റൂട്ടാണ് കേട്ടോ. നല്ല റൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഏകദേശം ഒരു 10 to 12 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹൈവേയിലെത്തും. ശരിക്കും നമുക്ക് പോകാൻ കഴിയണത് ആ ഒരു ഹൈവേ കയറി കഴിഞ്ഞാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇവിടെ നേരെ പോയിട്ട് ലെഫ്റ്റ് എടുക്കുക 12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നേരെ സ്ട്രെയിറ്റ് അഗർത്തലയിലേക്കായിട്ടാ. നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളിയല്ലേ. ഫുള്ള് റബ്ബർ തോട്ടങ്ങളാണ്ടാ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക കോട്ടയം ജില്ലയിലെ കൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫീൽ കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അഗർത്തലയിൽ നിന്നും ബലൂണിയയിലേക്ക് പോണ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാ. അതുപോലെ ഓട്ടോ ജീപ്പ് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അതുപോലെ ഈ പിന്നെ 27 ആ ഒരു ടൈമിൽ 27-ാം തീയതിക്ക് ആകുമ്പോൾ ഇവിടെ ദുർഗാപൂജ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഒരു ഫെസ്റ്റിവലാണ്. ഇത് ശരിക്കും ബംഗാളികളുടെ ഫെസ്റ്റിവലാണ്. എല്ലാ ബംഗാളി സ്ഥലങ്ങളിലും ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഈ പറഞ്ഞ പോലെ വെസ്റ്റ് ബംഗാളിലാണെങ്കിലും ആസാമിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും എല്ലായിടത്തും ആ ഒരു ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുക്കവും കാര്യങ്ങളൊക്കെ ഇവിടെ നടപ്പുണ്ട്. അപ്പോൾ നമ്മൾ അന്വേഷിക്കൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ഉണ്ടല്ലോ ഇത് കരിക്കണ്ട കേട്ടോ. നിൽക്കാണ്ട് വെച്ചേക്കണെന്ന് തോന്നുന്നു. भैया कितना है नारियल? 100 कितना है? 70. अच्छा ഓ ഒരെണ്ണത്തിന് 70 രൂപ വേണ്ട. ഭയങ്കര വില കൂടുതലാണ്ടാ. നമ്മുടെ നാട്ടിൽ എത്രയെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. എനിക്ക് ഓർമ്മയില്ല. ഞാൻ നാട്ടിൽ നിന്നൊക്കെ കുടിച്ചിട്ടൊക്കെ ഭയങ്കര നാളായി. അതായത് നമ്മൾ അങ്ങനെ കുടിക്കാറൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ഇതൊരു മാത്രമേ കുടിക്കാറുള്ളൂ. ഏകദേശം 70 രൂപയെന്നാണ് പറഞ്ഞത് ഇവിടെ ഇതിന് എന്താ പറയുക കരിക്കിന് കേട്ടോ. ഇപ്പോൾ ഒരു നല്ലൊരു ഇറക്കം കിട്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി പോകണേണ്. അതുപോലെ തന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല കയറ്റവും കാര്യങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഇപ്പോൾ ഒരു മാർക്കറ്റിലെത്തി കേട്ടാ. ഇവിടെ നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം അഗർത്തലയിലേക്ക് ഏകദേശം 30 കിലോമീറ്ററോളം ഉണ്ട്. 30-32 കിലോമീറ്ററോളം ഉണ്ട്. അത്യാവശ്യം വലിയ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞു വേണം കേട്ടോ പോകാൻ. ഈ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദയ്പൂരിലേക്കുള്ള വഴിയും ഈ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അഗർത്തലയിലേക്കുള്ള വഴിയും കൂടെ ഉണ്ടാവും. നമ്മളെ ഇപ്പോൾ പോണേക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എന്നിട്ടാ. വെയിലും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നുണ്ട് ഒരു മഴയും കാര്യങ്ങളൊക്കെ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നട്ടാ. ഈ കാണുന്നതൊക്കെ ഈ ശിപ്പായിജോല വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ടാ. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ദൂരം ഉള്ളൂ ശിപ്പായിജോല വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്ക്. ശാശന്മാരൊക്കെ വേണ്ടി കൊണ്ടുപോകാണ്ടില്ലേ. ഇതാണ് കേട്ടോ നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ട്. ഇത് ശിപ്പായിജോല വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഭാഗങ്ങളാണ്. കണ്ടില്ലേ ഒരു ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ.
നല്ല അടിപൊളി കാലാവസ്ഥയാണ്, ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഒരു മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ചെറിയ റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ സ്പീഡ് ലിമിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, 20 km/h മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന്. ഈ കാണുന്നതാണ് വിശാൽഗർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇത് ശിവാജോല ഡിസ്ട്രിക്റ്റിൽപ്പെട്ട സ്ഥലം തന്നെയാണ്. ഇത് വലിയൊരു ടൗണും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം 20-something കിലോമീറ്റർ ഉണ്ട് നമുക്ക് അഗർത്തല എത്താൻ വേണ്ടി. എല്ലാ സംഭവം ഉണ്ട് കേട്ടോ, ഡ്രസ്സും പിന്നെ അതുപോലെ എല്ലാവിധ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാലാവസ്ഥ വലിയ കുഴപ്പമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും ഇന്നൊരു കിടില മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും രാത്രി ആയിക്കുള്ളൂ കേട്ടോ. എനിക്ക് ഈ മഴ പെയ്തതിനെ ടെൻ്റ് അടിക്കാൻ കുറച്ച് പണി. ഈ കാണുന്ന സംഭവമൊക്കെ അല്ലേ, ഇത് ഇവരെ ദുർഗാപൂജക്ക് വേണ്ടി സെറ്റ് ചെയ്യണതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒരു ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ നടപ്പുണ്ടെന്ന്. ബംഗാളികളാണ് ഈ ഒരു ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ദുർഗാപൂജ എന്നാണ് പറയണം. നല്ല കയറ്റോളം കേട്ടോ. അതാണ് ഞാൻ കിതച്ച് പോയി പിന്നെ വീഡിയോ എടുക്കേണ്ട അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതാണ് ഇങ്ങനെ ശിലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അടിപൊളിയല്ലേ. നമ്മൾ വന്നൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇത് ശരിക്കും അഗർത്തല ആ ഒരു ഭാഗങ്ങളിലാണ് മെയിനായിട്ട് വലിയ രീതിയിലൊക്കെ ഉണ്ടാവണമെന്നാണ് കേട്ടോ. നമ്മളോട് ഇവിടെയുള്ള കുറച്ച് ആൾക്കാരാണ് പറഞ്ഞത്. നമ്മളെ ഇങ്ങനെ പോണേക്ക് ഇവിടെ ഒരു തേയിലത്തോട്ടം കാണാം കേട്ടോ. അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. ശരിക്കും ഇതും ഇതിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ. റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ട് ഇപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തിയാണ്ടാ വെറുതെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി. കണ്ടില്ലേ കാണുന്നതാണ്ടോ തേയിലത്തോട്ടം. അടിപൊളിയല്ലേ. ഇത് ആറിൻ്റെ തോട്ടമാണെന്നൊന്നും അറിയില്ല കേട്ടാ, പക്ഷേ കൊള്ളാട്ടാ. ഇത് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ മരമൊക്കെ ഇങ്ങനെ ഉണങ്ങി കൂടിയിരിക്കണ കേട്ടാ. എന്താ പറയുക, ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുക്കിങ്ങനെ അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. ഫുള്ള് തേയിലത്തോട്ടമുണ്ട്. ഈ ഒരു ഏരിയ മൊത്തം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഏക്കർ കണക്കിനാണ് കിടക്കണേന്ന് തോന്നുന്നുണ്ട്. കണ്ടില്ലേ ആ അറ്റത്തൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അറ്റത്ത് എന്തൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ. നമ്മൾ വന്നോയ്ക്ക് കുറച്ച് ദൂരത്തോളം ഉണ്ട്. പിന്നെ വന്നോയ്ക്കൊക്കെ അതേപോലെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ട്. ഈ ഒരു ഇതില്ലേ, ഈ ഒരു കുന്ന് പോലെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് അവിടെ ഇറങ്ങാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വന്നോയ്ക്ക് ഇവിടെ ഒരു സ്ഥലം കണ്ടുകൊണ്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. നമ്മളങ്ങനെ ഏകദേശം അഗർത്തലയുടെ ഓരോ പരിധിയിലെത്തിയട്ടെ. ഇപ്പം ഈ കാണുന്നത് ലെഫ്റ്റിൽ കാണുന്നത് ത്രിപുര യൂണിവേഴ്സിറ്റി ആണ്. ഈ കാണുക കണ്ടില്ലേ, ത്രിപുര യൂണിവേഴ്സിറ്റി. ഇപ്പം ഏകദേശം 4 മണിയൊക്കെ കഴിഞ്ഞുള്ളൂ കേട്ടോ. 4-4:30 ഏകദേശം. തിരക്കില്ല കേട്ടോ, വലിയ രീതിയിൽ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോകുമ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാണ്ട് പ്രൈം മിനിസ്റ്റർ എന്തോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ ഇതാണ്ടോ ഫസ്റ്റ് ഗേറ്റ് തന്നെ. അങ്ങനെ നമ്മൾ അഗർത്തലയിൽ കയറിയിട്ടാ. വെൽക്കം ടു അഗർത്തല. ഞാൻ കുറച്ച് ലേറ്റായി പോയിട്ടാ വീഡിയോ എടുക്കാൻ. കാരണം പുറകിൽ പെട്ടെന്നൊരു വണ്ടി വന്നിട്ട് ഞാൻ ഒരു കയ്യിൽ ഇങ്ങനെ ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ എടുക്കണത്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുന്നോട്ട് പോയിട്ടാണ് എടുക്കാൻ പറ്റുക. അത് കണ്ടില്ലേ, ഇതൊക്കെയാണ് അവസ്ഥ.